പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയത്തിനായി കേന്ദ്ര വിദഗ്ധ സമിതി തട്ടേക്കാട് സന്ദർശനം നടത്തി. തുടർ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് സംഘവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആന്റണി ജോൺ MLA പറഞ്ഞു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്തെ ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി തട്ടേക്കാട് സന്ദർശനം നടത്തി. ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ R. രഘുപ്രസാദ്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പ്രമോദ് G. കൃഷ്ണൻ IFS തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് തട്ടേക്കാട് സന്ദർശനത്തിന് എത്തിയത്. സംഘം കരട് ശുപാർശയെ സംബന്ധിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ആന്റണി ജോൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി KA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടക്കൽ, ഷീല രാജീവ്, ആലീസ് സിബി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സമയബന്ധിതമായി തുടർ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആന്റണി ജോൺ MLA പ്രതികരിച്ചു. നമ്മൾ ഉന്നയിച്ചതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്ത് ഉൾപ്പെടുന്ന 8.97 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖലയെ ഒഴിവാക്കി അതിന് പകരം മൂന്നാർ വനം ഡിവിഷനിൽ നിന്നും നേരിമംഗലം റേഞ്ചിൽപ്പെട്ട 10.16 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഫോറസ്റ്റ് പൂർണ്ണമായി വരുന്ന പ്രദേശം ഈ പക്ഷി സങ്കേതത്തോട് ചേർത്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം, ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ശുപാർശ അത് അംഗീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടർ പ്രവർത്തനമാണ്. ഏതായാലും 43 വർഷം 83 മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 43 വർഷമായി നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ആ ഒരു സമയം എടുത്തുകൊണ്ട് തന്നെ കുറേയേറെ നമുക്ക് ഈ കാര്യത്തിനകത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വന്ന വിദഗ്ധ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും അവർക്കും ഈ കാര്യങ്ങളിൽ ഏകദേശം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ തുടർച്ചയിൽ ഇതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ ഇന്നിവിടെ അവർ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇനി വീണ്ടും നാഷണൽ ബോർഡിന് മുമ്പാകെ വരികയും ആ ബോർഡ് അംഗീകരിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ റീനോട്ടിഫിക്കേഷൻ അടക്കം അതിന് ഒട്ടനവധി ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ തുടർച്ചയിലുള്ള ഇടപെടൽ, അത് ഗവൺമെൻറ്റിന് പ്രത്യേകമായൊരു താല്പര്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനകത്തൊരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആ നിലയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും അടക്കം നമ്മളക്കാര്യത്തിനകത്ത് അത്തരത്തിലുള്ള ഉറപ്പുകൾ നിരവധി പ്രാവശ്യം ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടും ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് കണ്ടുകൊണ്ടും തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.